നമ്മളിപ്പോൾ ആലുവ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ്. പരബ്രഹ്മ ക്ഷേത്രത്തിന് മുന്നിൽ ആ ക്ഷേത്രത്തിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. തീർച്ചയായിട്ടും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമുക്ക് ഇവിടെ പുറത്ത് നിന്ന് തൊഴാൻ മാത്രമേ സാധിക്കൂ. കുറച്ചും കൂടി അകത്തോട്ട് കയറാം, കാരണം ഷർട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി അകത്തോട്ട് കയറാം. അല്ലാതെ നമുക്ക് ശ്രീകോവിലിനകത്തേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ക്ഷേത്രത്തിനകത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. ഷർട്ട് ഊരേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. പലരും ഷർട്ട് ഊരുന്നുണ്ട്, പക്ഷേ ഷർട്ട് ഇട്ടുകൊണ്ടും പലരും നിൽക്കുന്നു എന്നതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് തൊപ്പി എന്തായാലും മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോവുകയാണ്. ഇതാണ് ക്ഷേത്രം പ്രധാന ചടങ്ങ്. ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൻ്റെ ദൃശ്യം നമ്മൾ ക്ഷേത്രത്തിനകത്ത് തൊഴുതുകൊണ്ട് നിൽക്കണം. ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹായ്, നമസ്കാരം. നമ്മൾ ആലുവ ശിവക്ഷേത്രത്തിന് മുന്നിലാണ്. അതിൻ്റെ കിഴക്കേ നടയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ആലുവ മണൽപ്പുറത്തിൻ്റെയും ആലുവ പുഴയുടെയും അഭിമുഖമായിട്ട് നിൽക്കുന്ന ആ കിഴക്ക് ഭാഗത്തുള്ള കവാടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആലുവ ശിവക്ഷേത്രം പരബ്രഹ്മ സ്വരൂപനായ മഹാദേവന്റെ പ്രതിഷ്ഠ നിലനിൽക്കുന്ന ആ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രത്യേകത, നിരവധി പ്രത്യേകതകളുണ്ട്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പരശുരാമൻ കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ 108 ക്ഷേത്രങ്ങളാണ് പരശുരാമൻ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ഒരു ക്ഷേത്രമാണ്, 108 ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആലുവയിലെ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. പരബ്രഹ്മസ്വരൂപം ആയ മഹാദേവന്റെ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം ആണ് ഈ ആലുവ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവിടെ പ്രത്യേകത നിരവധിയുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത നമ്മൾ കാണുന്നത് ബലിയിടലാണ്. ബലിതർപ്പണമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത്. അത് ശിവരാത്രി ദിനത്തിലും അതുപോലെ കർക്കിടക ദിനത്തിലും അതല്ലാതെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ബലിയിടൽ ആൾക്കാരുടെ വരുന്നുണ്ട്. പക്ഷേ വീടുകളിൽ നിന്നും മരണാനന്തര ചടങ്ങുകൾ, ഒരു വീട്ടിൽ ഒരു ബന്ധു മരിച്ചു കഴിഞ്ഞാൽ ആ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞിട്ട് പിണ്ടം കൊണ്ട് നിമഞ്ജനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതും ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഈ ആലുവ ശിവക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ബലിയിടൽ എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ്. അതിന് പ്രധാനം എന്ന് പറയുന്നത്, ത്രേതായുഗ കാലഘട്ടത്തിൽ ശ്രീരാമന്റെ കാലഘട്ടത്തിൽ ശ്രീരാമന്റെ ഈ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിനെ തടയാൻ നടത്തിയ ഒരു ശ്രമമുണ്ട്, നമ്മുടെ ജടായു പക്ഷിയുടെ ശ്രമം. ആ ഈ വിമാനത്തിനെ രാവണന്റെ വിമാനത്തിനെ തടഞ്ഞു നിർത്തിയിട്ട് സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതിനെ തടയാൻ വേണ്ടി വളരെയധികം ശ്രമമാണ് ജടായു നടത്തിയത്. പക്ഷേ ജടായുവിന്റെ ആ ചിറകിനെ നിഷ്ഠൂരം കൊത്തി അരിഞ്ഞുകൊണ്ടാണ് രാവണൻ ജടായുവിനെ കൊന്നു തള്ളിയിട്ടാണ് സീതയെ തട്ടിക്കൊണ്ടു പോകുന്നത്. ആ ജടായുവിന്റെ മരണാനന്തര ചടങ്ങുകൾ ശ്രീരാമൻ ത്രേതായുധ കാലത്തിൽ നടത്തിയത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നാണ് ഒരു ഐതിഹ്യം, ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പിണ്ടതർപ്പണത്തിനും അതുപോലെ തന്നെ മറ്റ് മഹാബലിക്കുമൊക്കെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർ ചെയ്യുന്ന. അതുകൊണ്ടാണ് ഈ ശ്രീരാമൻ ജടായുവിന് ബലിതർപ്പണം നടത്തിയ ഒരു കേന്ദ്രം എന്ന ഐതിഹ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ വിശ്വാസത്തിൽ കൊണ്ടുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഈ ബലിയിടാൻ വരുന്നത് എന്നുള്ളൊരു പ്രധാനം. പിന്നെ നമ്മൾ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത്, നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിൽ ആറാട്ട് നടക്കാറുണ്ട്. ആറാട്ടം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ക്ഷേത്ര ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ആറാട്ട് നടക്കാറുണ്ട്. അവിടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ പ്രതിഷ്ഠയെ എല്ലാ ചടങ്ങുകളും ക്ഷേത്ര ആചാരങ്ങൾ പ്രകാരം ക്ഷേത്രത്തിനടുത്തുള്ള കുളത്തിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ തടാകത്തിലോ നദിയിലോ മുങ്ങി കുളിപ്പിച്ച് ആറാട്ട് നടത്തുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അത് മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും അത്തരത്തിലുള്ള ഒരു ആറാട്ട് നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ആറാട്ടം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ആറാട്ടാണ്. അത് പ്രകൃതിദത്തമായ ആറാട്ടാണ് ഇവിടെ നടക്കുന്നത്. അതായത് പ്രതിഷ്ഠയെ പുറത്തു കൊണ്ടുപോയി ജലാശയത്തിൽ മുക്കി എടുത്ത് ആറാട്ടം നടന്ന രീതിയല്ല, പ്രകൃതി നടത്തുന്ന ആറാട്ട്. എന്താണ് ഈ പ്രകൃതി നടത്തുന്ന ആറാട്ട് എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനം ഈ മഴക്കാലത്ത് ഈ ആലുവാപ്പുഴ, ഈ പറയുന്ന ആലുവാപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകും. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞു പോകുമ്പോൾ ആലുവാപ്പുഴ വെള്ളം കയറി നമ്മുടെ ക്ഷേത്രം, ഈ കാണുന്ന ക്ഷേത്രവും മുങ്ങി താഴും. അങ്ങനെ മുങ്ങുമ്പോൾ പ്രതിഷ്ഠയും സ്വാഭാവികമായിട്ടും പ്രകൃതിദത്തമായി തന്നെ പ്രതിഷ്ഠയും മുങ്ങും, പ്രതിഷ്ഠയും ആറാട്ട് നടക്കും. അങ്ങനെ പ്രകൃതി തന്നെ ആറാട്ട് നടത്തുന്ന ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. അതാണ് ആലുവ ശിവക്ഷേത്രത്തിന്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ധാര കൊടുക്കലും അതുപോലെ പിൻവിളക്കുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച ചടങ്ങുകൾ നമുക്ക് പറയാം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ദിവസം ആയിരക്കണക്കിന് ഭക്തർ വരുന്ന ഒരു ക്ഷേത്ര മുറ്റമാണ് ആലുവ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. അത് ഈ ബലിയിടാൻ വേണ്ടി മാത്രമല്ല, ആരാധന നടത്താനും ഒക്കെ
നൂറുകണക്കിന് പേര് വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ശിവരാത്രി ദിവസം ഈ കാണുന്ന ഏകദേശം 100 ഏക്കറോളം വരുന്ന ഈ പറമ്പ് മുഴുവനും ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തും ഈ നമ്മുടെ ആലുവ പിന്നെ പുഴയുടെ തീരത്തും ക്ഷേത്രത്തിന്റെ പിന്നെ തെക്ക് വശത്തും വടക്ക് വശത്തുമായിട്ട് വലിയ വിശാലമായ ഒരു പറമ്പുണ്ട്. അതിനെ പണ്ട് മണപ്പുറം എന്നാണ് പറഞ്ഞുകൊടുക്കുന്നത്, ആലുവ മണപ്പുറം. പക്ഷെ ഇന്ന് മണപ്പുറമല്ല, ഇന്ന് വെറും പുൽപ്പുറമായിട്ട് മാറിയിരിക്കുന്നു. കാരണം മണപ്പുറം പണ്ട് ഒരു നല്ല മണപ്പുറമാണ്. ഒരു പക്ഷേ പകൽ അല്പം വെയിലത്ത് പോലും നടക്കാൻ കഴിയാത്ത കാല് പൊള്ളുന്ന മണപ്പുറമായിരുന്നു എന്നാണ് പഴയമക്കാരൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ മഴക്കാലം വന്നിട്ട് ഈ പിന്നെ ധാരാളം ചേറും ചെളിയും ഒക്കെ ഒന്ന് ഈ ആലുവ പുഴയിൽ നിന്നും ഇതിലേക്ക് കടന്നു കയറുകയും അങ്ങനെ അത് കിടന്നിട്ട് കുറേശ്ശെ മണൽപ്പുറം ഇല്ലാതാവുകയും അവിടെ പുല്ലുകൾ പിടിക്കുകയും അങ്ങനെ വലിയൊരു പുൽപ്പറമ്പായിട്ട് മാറുകയും ചെയ്തു. എന്തായാലും ഈ പുൽപ്പറമ്പ് ഈ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ആലുവ മണപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തിന് പിന്നെ ലക്ഷക്കണക്കിന് പേരാണ് ആലുവ ശിവരാത്രിക്ക് ഇവിടെ തടിച്ചുകൂടുന്നത്. ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് മഹാദേവനെ, പരബ്രഹ്മ സ്വരൂപമായ മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ഇവിടെ നിൽക്കുന്ന അത്തരത്തിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മൾ ഈ നിൽക്കുന്ന ആലുവ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.